الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിനും ആഖിറത്തിനും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് നൽകിയ സമ്മാനം ഹിദായത്താണ്. ആ ഹിദായത്ത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഏർപ്പാടാണ് അഅ്മാലുകൾ. അൽ ഈമാനു വൽ അഅ്മാൽ. അഅ്മാലുകളെ എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകണം എന്നതിനാണ് രണ്ട് വ്യവസ്ഥകൾ അല്ലാഹു ഉണ്ടാക്കി തന്നത്. ഒന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്, രണ്ടാമത്തത് അസ്ഹാബു റസൂലില്ലാഹ്. അഅ്മാലുകളെ പൂർത്തിയാക്കേണ്ടത് മുഹമ്മദി റിസാലത്ത് അനുസരിച്ചാണ്. മുഹമ്മദി റിസാലത്ത് അനുസരിച്ച് അഅ്മാലുകളെ പൂർത്തിയാക്കേണ്ടത് അസ്ഹാബുകളുടെ ഫഹ്ം അനുസരിച്ചാണ്. ഫഹ്ം എന്ന് പറഞ്ഞാൽ മനസ്സിലാകൽ, ഗ്രാഹ്യത. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശീലനം നൽകി വളർത്തിയെടുക്കുകയായിരുന്നു ഒരു സംഘത്തെ. യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണോ സഹാബാക്കൾ? അതോ അള്ളാഹുവിൻ്റെ ദർബാറിൽ മനഃപൂർവ്വം നടന്നതാണോ സഹാബാക്കളുടെ തെരഞ്ഞെടുപ്പ്? പ്രവാചകന്മാരുടെ റിസാലത്തിൻ്റെയും നുബുവത്തിൻ്റെയും തെരഞ്ഞെടുപ്പ് പോലെ അള്ളാഹുവിൻ്റെ ദർബാറിൽ നിന്നുള്ളൊരു ഏർപ്പാടാണ് സഹാബത്തിൻ്റെ അസ്ഹാബ് റസൂലില്ലാഹിയുടെ സംവിധാനം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്തും റിസാലത്തും അനുസരിച്ച് പ്രവർത്തിക്കുന്നതിനെ
ഉമ്മത്തിന് പ്രാവർത്തികമായി കാണിച്ചു കൊടുക്കാൻ അല്ലാഹു തആല സെലക്ട് ചെയ്തവരാണ് സ്വഹാബാക്കൾ. ഓരോ കാലഘട്ടത്തിൽ നബിമാരുടെ സ്ഥാനം എന്താണോ ആ സ്ഥാനമാണ് സ്വഹാബാക്കളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദി റിസാലത്തിന്റെ അനുബന്ധമായി നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റസൂലായത് യാദൃച്ഛികമല്ല, നബിയായതും യാദൃച്ഛികമല്ല. അഷ്റഫുൽ ഖൽക്ക് ജനിക്കുന്നതിന് മുമ്പേ കളമൊരുക്കുകയായിരുന്നു അല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങൾക്ക് നബിയും റസൂലുമായിട്ട് പ്രവർത്തിക്കാൻ ആയിരുന്നില്ലേ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അതിന്റെ സൂചന അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടില്ലേ? റോമും പേർഷ്യയും തമ്മിൽ രാഷ്ട്രീയ യുദ്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ അല്ലാഹു തആല റോമിന്റെ പക്ഷത്ത് ചേർന്നു. എന്ന് വെച്ചാൽ റോമക്കാര് സ്വീകരിക്കുന്ന ആദർശം ശരി എന്നർത്ഥത്തിലാണോ? റോമക്കാര് ക്രിസ്ത്യാനികളായിരുന്നില്ലേ? ക്രിസ്ത്യാനികൾ അള്ളാഹുവിന്റെ നാവ് കൊണ്ട് തന്നെ ശപിക്കപ്പെട്ട വിഭാഗമല്ലേ? എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പേർഷ്യയും റോമും തമ്മിലുള്ള യുദ്ധത്തിൽ റോമിന്റെ പക്ഷത്ത് ചേർന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പിറകെ വരുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിനും റിസാലത്തിനും കളമൊരുക്കാൻ വേണ്ടിയിട്ടാണ്? അതോ ക്രിസ്ത്യാനികളോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തതാണോ അല്ലാഹു തആല? ആ കാര്യത്തിൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തന്ന വിഷയം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളുമായി സംസാരിച്ചപ്പോൾ ഈ വിഷയത്തെ റോമാക്കാരുടെ രാഷ്ട്രീയ നയത്തോട് അബൂബക്കർ സിദ്ദീഖ് അടക്കമുള്ള സഹാബാക്കൾ അനുകൂലം പ്രകടിപ്പിച്ചു, പേർഷ്യക്കാരോട് വിയോജിപ്പും പ്രകടിപ്പിച്ചു. എന്താ കാര്യം? പേർഷ്യക്കാരുടെ മതപരമായ കാഴ്ചപ്പാട് മക്കയിലെ മുശ്രിക്കുകളുടെ കാഴ്ചപ്പാടാണ്. പേർഷ്യക്കാരും അല്ലാഹു അല്ലാത്ത ശക്തികളിലും വ്യക്തികളിലും അഭയം കണ്ടെത്തുന്നവരാണ്. ഖുറൈശികളും അല്ലാഹു അല്ലാത്ത വ്യക്തികളിലും ശക്തികളിലും അഭയം കണ്ടെത്തുന്നവരാണ്. റോമാക്കാര് ആകാശത്തിൽ നിന്നിറങ്ങിയ കിതാബിൽ വിശ്വസിക്കുന്നവരാണ്. ആകാശത്തിൽ നിന്നിറങ്ങിയ കിതാബ് വിശദീകരിച്ചു തരുന്ന പ്രവാചകന്മാരിലും വിശ്വസിക്കുന്നവരാണ്. ആദർശപരമായ ഒരു സാമ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ 100% പേർഷ്യക്കാരോട് വിയോജിച്ചു സഹാബാക്കൾ. അതേ സന്ദർഭത്തിൽ റോമാക്കാരോട് യോജിക്കുകയും ചെയ്തു. ഈ വിഷയം അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലെത്തി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും റോമക്കാരും പേർഷ്യക്കാരും തമ്മിലുള്ള യുദ്ധത്തിൽ റോമക്കാരെ പക്ഷത്ത് ചേർന്നുകൊണ്ട് സംസാരിച്ചപ്പോൾ ഖുറൈശികൾ പേർഷ്യക്കാർക്കാണ് ആ യുദ്ധത്തിൽ വിജയമുണ്ടായത്. എന്നുവെച്ചാൽ സഹാബാക്കൾ തെരഞ്ഞെടുത്ത വഴി വിജയത്തിൻ്റെതായിരുന്നില്ല, റോമക്കാര് പരാജയപ്പെട്ടു. സ്വാഭാവികമായും മക്കയിലെ മുശ്രിക്കീങ്ങൾ ആദർശപരമായി ചർച്ചയാക്കി മാറ്റിയത്, ഞങ്ങൾ അല്ലാഹു അല്ലാത്ത ശക്തികളിലും വ്യക്തികളിലും വിശ്വസിക്കുന്നവരാണ്, വലിയകളിലും ശൈഖുകളിലും വിശ്വസിക്കുന്നവരാണ്, ജിന്നുകളിലും ശൈത്താനുകളിലും വിശ്വസിക്കുന്നവരാണ്. പേർഷ്യയിലെ മജൂസികളും അതേപോലെ തന്നെ വിശ്വസിക്കുന്നവരാണ്. അള്ളാഹുവിന്റെ പക്ഷം ഞങ്ങൾ ഒന്നിച്ചാണ്. അവിടെ അള്ളാഹുവിനെയാണ് ഖുറൈശികൾ സംസാരിച്ചത്. ആരുടെയും സാമർത്ഥ്യം കൊണ്ട് നടന്നു ഖുറൈശികൾ വിശ്വസിച്ചിട്ടില്ല. അള്ളാഹു ഞങ്ങളെയാണ് സഹായിച്ചത്. ഒട്ടും താമസിയാതെ മുഹമ്മദിന്റെ ആദർശം തകരുകയും മുഹമ്മദി കൊണ്ടുവരുന്ന പുതിയ വിസ്ഥിതി തകർന്ന് തരിപ്പണമാവുകയും ഞങ്ങൾ മക്കയിൽ ജയിച്ചു വരികയും ചെയ്യും. ഇതായിരുന്നില്ലേ ഖുറൈശികളെ വാദം? അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത് അടക്കമുള്ള നേതാക്കന്മാരെ വാദം. ഈ സന്ദർഭത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ നബിന്റെ കയ്യിലാണ് തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ ഇടപെടലുകൾക്ക് സാധ്യതയുള്ളത്. ആ യഖീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള യഖീൻ, മുഹമ്മദുർ റസൂലുള്ളാഹിയിലുള്ള യഖീൻ, അത് വെച്ചുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് സംസാരിച്ചത്. ഇല്ല, തീർച്ചയായിട്ടും ഞങ്ങൾ ജയിച്ചു വരും. അങ്ങനെയല്ലേ പന്തയും മറ്റൊക്കെ ഉണ്ടായത്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയത്തിന്റെ നിജസ്ഥിതി അറിയിച്ചു സൂറത്തുർ റൂമിലൂടെ. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഫീ അദിനൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിളിഇ സിനീൻ ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വ മിൻ ബഅദു വ യൗമൈദി യഫ്റഹുൽ മുഅ്മിനൂൻ. അവിടെ മൂന്നാം കക്ഷി മുഅ്മിനീങ്ങളാണ്. റോമും പേർഷ്യയും തമ്മിലുള്ളതല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയമാക്കിയെടുത്തത്. റോമിന്റെയും പേർഷ്യന്റെയും തമ്മിലുള്ള രാഷ്ട്രീയ യുദ്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാം കക്ഷിക്ക് അനുകൂലമാക്കിയെടുത്തു എന്നാണ് സൂറത്ത് റൂമിന്റെ വിശദീകരണം. ഗുലിബത്തിർ റൂം, റോമൻ സാമ്രാജ്യം യുദ്ധത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അല്ലാഹു തആല സ്തുതീകരിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഖുറൈശികളും തമ്മിലുള്ള സംവാദം അതായിരുന്നു. ഇപ്പൊ ഖുറൈശികൾ അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞ ന്യായം ഞങ്ങളാണ് ജയിക്കുക എന്നാണ്.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇല്ല, ഞങ്ങളാണ് അള്ളാഹുവിനെ ഇടപെടിപ്പിക്കുന്ന റോമിലെ ഇഞ്ചിരിന്റെ അഹ്ലുകാരാണ് ജയിക്കുക എന്നാണ് അബൂബക്കർ സിദ്ദീഖിന്റെ വാദം. ഇവിടെ ജയിച്ചത് പേർഷ്യക്കാരാണ്. സ്വാഭാവികമായിട്ടും പാരമ്പര്യക്കാര് ആഹ്ലാദിച്ചു, ആഘോഷിച്ചു. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് ഇച്ചിരി നോവുണ്ടായി, സ്വാഭാവികം. അല്ലാഹു തആല പ്രശ്നത്തിൽ ഇടപെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖിനെ അറിയിച്ചു. സൂറത്തുർ റൂമിന്റെ തുടക്കം, ഗുലിബത്തിർ റൂം, റോം തോറ്റിരിക്കുകയാണ് മുഹമ്മദ് നബി. ശരിയാണ്. മിൻ ബഅദി ഗുലിബത്തിർ റുഫി അദിനൽ അർളി, നിങ്ങളുടെ നാട്ടിന്റെ അടുത്ത് വെച്ച് നടന്ന യുദ്ധത്തിൽ റോം തോറ്റിരിക്കുകയാണ്. വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, ഒരു പ്രവചനം നടത്തി അല്ലാഹു തആല. അവിടെയാണ് സഹാബാക്കളുടെ ധൈര്യം. ലോകാവസാനം വരെ നടക്കുന്ന പ്രശ്നങ്ങളിൽ അള്ളാഹുവിലും അള്ളാന്റെ റസൂലിലും ധൈര്യമുണ്ടാക്കി തീർക്കാനാണ് ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലെങ്കിൽ പിന്നെ റോമൻ പേർഷ്യൻ യുദ്ധത്തെ പറ്റി നമുക്ക് ഖുർആനിലൂടെ വന്നിട്ടുണ്ട കാര്യം? അതോതിയാലും കൂലി 10 തന്നെയല്ലേ? അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം എന്ന് ഓതിയാലും ഒരക്ഷരത്തിന് 10 കൂലിയാ, പ്രതിഫലമാണ്. റോമിന്റെയും പേർഷ്യന്റെയും രാഷ്ട്രീയത്തിന്റെ കഥകൾ പറഞ്ഞിട്ട് നമുക്ക് കൂലി കിട്ടാന്ന് പറഞ്ഞിട്ട് യുക്തിവാദി സയൻസ് റസൂലക്കാർക്ക് അങ്ങനെ വാദിക്കാൻ വേണമെങ്കിൽ അതൊന്നും നമ്മൾ ഓതേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് പല ആയത്തുകളെയും സൂറത്തുകളെയും സയൻസ് റസൂലക്കാർ തള്ളിയത്, ഷിയാക്കളും തള്ളിയത്, ആവശ്യമില്ലാത്തതായതുകൊണ്ട്. പക്ഷെ അല്ലാഹു അല്ലാഹുവിന്റെ റസൂലും കൃത്യമായി പഠിപ്പിച്ചു തന്നത്, പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഓരോ അക്ഷരവും അള്ളാഹുവിന് ആവശ്യമുള്ളതാണ്, മുഅ്മിനീങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. ഫിർഔൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വാചകം ഉപയോഗിക്കുമ്പോൾ അതിന് 40 പ്രതിഫലമാണ്. ഫാ റാ ഐന് വാവ് നൂൻ 5 50 കൂലി കിട്ടി. ആ ഫിർഔനെ പറഞ്ഞിട്ട് കൂലി സമ്പാദിക്കാനോ നമ്മൾ നൊണ്ടിയായം പറഞ്ഞു, അത് സയൻസ് റസൂലക്കാർക്കേ ഉപകരിക്കുള്ളൂ, മുഹമ്മദ് റസൂലക്കാർക്ക് ഉപകരിക്കൂല. നമ്മൾ മുഹമ്മദ് റസൂലക്കാരാണ്. ഒപ്പം നമ്മുടെ അഅമാലുകളെ നമ്മൾ സാമ്പിളുകൾ കണ്ടെത്തുന്നത് അസ്ഹാബ് റസൂലുള്ളാഹിയിൽ നിന്നാണ്. റസൂലുള്ളാഹി തങ്ങളുടെ സഹാബാക്കളിൽ നിന്നാണ് നമ്മൾ അതിനുള്ള നതീജ കണ്ടെത്തുന്നത്, അതിനുള്ള മോഡൽ കണ്ടെത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ, ഒട്ടും താമസിയാതെ റോം ജയിച്ചു വരും, പേർഷ്യ തോൽക്കുക തന്നെ ചെയ്യും. അല്ലാഹു ആണ് പറയുന്നത്. നല്ല ധൈര്യം സഹാബാക്കൾക്ക്. ഏത് കാര്യത്തിലാ ധൈര്യം? ബോംബിലോ, മിസൈലിലോ, ഭൂരിപക്ഷത്തിലോ? അള്ളാഹുവിന്റെ വാക്കിൽ. അതാണ് നമ്മുടെയും ധൈര്യം. ഓരോ കാലഘട്ടത്തിലും നടക്കുന്ന സംഭവ വികാസങ്ങൾക്ക് മുഅ്മിനീങ്ങൾക്ക് ധൈര്യം. മാ ഖാലല്ലാഹു വമാ ഖാല റസൂലുള്ളാഹി വഅസ്ഹാബു റസൂലില്ല, അള്ളാഹു പറഞ്ഞതും റസൂലുള്ള പറഞ്ഞതും അള്ളയും റസൂലും പറഞ്ഞതനുസരിച്ച് ആ ഫസ്റ്റ് ബാച്ച് വിദ്യാർത്ഥികളായ സ്വഹാബാക്കൾ എന്താണോ അമൽ ചെയ്ത് കാണിച്ചെന്നത് അതാണ് നമ്മുടെ ധൈര്യം. അബൂബക്കർ സിദ്ദീഖിന്റെ ധൈര്യം അതാണ്. ഉടൻ തന്നെ ഒരു വാഗ്വാദത്തിൽ ഏർപ്പെട്ടു, ഞങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും. അങ്ങനെ 5 വർഷത്തേക്ക് അവധിയും വെച്ചുകൊണ്ട് പന്തയമുണ്ടാക്കിയത്. റസൂലുള്ളാഹി തങ്ങൾ തിരുത്താൻ പറഞ്ഞു, 10 വർഷമാക്കാൻ പറഞ്ഞു. എന്താ കാര്യം? പരിശുദ്ധ ഖുർആനിന്റെ അക്ഷരങ്ങൾ പോലും മുഅ്മിനീങ്ങൾക്ക് ധൈര്യമാണ്. ഖുർആൻ ഷരീഫിൽ ഉപയോഗിച്ച വാക്കുകളില്ലേ, അതും കൂടി മുഅ്മിനീങ്ങൾക്ക് ധൈര്യമാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ഉപയോഗിച്ച വാക്ക് മിൻ ബഅദി ഗലബിഹിം ഫീ ബിളിഇ സിനീൻ എന്നാണ്. ബിളിഇ സിനീൻ, ഏതാനും കൊല്ലങ്ങൾക്കുള്ളിൽ അവർ ജയിച്ചു വരും എന്നാണ്. ഇവിടെ ബിള എന്ന അറബി ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. 3 മുതൽ 10 വരെയുള്ള സംഖ്യ പറയാൻ വേണ്ടിയിട്ടാണ് അറബിയിൽ ബിള ഉപയോഗിക്കുക. അള്ളാഹ് ഇവിടെ ബിള ആണ് ഉപയോഗിച്ചത്. അവിടെ 5 കൊല്ലത്തിൽ ഉറപ്പിച്ചുകൂടാ, 10 കൊല്ലമാക്കിയാൽ ധൈര്യമായിട്ട് നമുക്കത് വിശ്വസിക്കാം. കാരണം 9 വരെ പോകാം. എന്തിന്റെ ഖുർആൻ ശരീഫ് വെച്ചുകൊണ്ടുള്ള ധൈര്യം? എന്തേ നമുക്ക് ആ ധൈര്യം നഷ്ടപ്പെട്ടത്? എന്തേ കാസിമിയാക്കളും ബാക്കവിയാക്കളും അസരിയാക്കളും അതേപോലെ തന്നെ സൈദിയാക്കളെല്ലാം ഖുർആനാടെ വെക്ക്, ഇപ്പം നടക്കേണ്ട പ്രശ്നം പറ എന്ന് പറയാൻ മാത്രം ജൂതനേക്കാൾ അതപ്പതിച്ചത് എന്തുകൊണ്ടാണ്? പരിശുദ്ധ ഖുർആനിൽ യഖീനില്ലാത്തത് കൊണ്ടാണ്. ശരിയാണ്, അത് തന്നെയാണ് ജൂതൻ വിജയിച്ചത്. ഖുർആനിലും ഹദീസിലും യഖീനില്ലാത്ത ഒരു കൂട്ടം മുസ്ലിമീങ്ങളെ ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് അസ്ബാബി താക്കത്ത് കൊണ്ട് വിജയം കൈകാര്യം ചെയ്യാം, കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് അന്ധമായി വിശ്വസിക്കുന്ന ഇസ്ലാമിന്റെ കളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സമൂഹത്തെ മുസ്ലിമീങ്ങൾക്കുണ്ട് ഇടയിൽ ഉണ്ടാക്കിയെടുത്താൽ പിന്നെ ജൂതനെ പണി കുറഞ്ഞു കിട്ടി. ഇതന്നല്ലേ ഇപ്പോഴും കുറഞ്ഞു കിട്ടിയത്? ജൂതൻ പരിശ്രമിക്കുകയും ഉമ്മത്തിൽ ഒരു പുതിയ ജൂതനെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തപ്പോൾ ജൂതന്റെ പണി കുറഞ്ഞു കിട്ടിയില്ലേ? അതുകൊണ്ട് തന്നെ ഇസ്രായേലി ജൂതൻ അവനിക്ക് ദീനുൽ ഇസ്ലാമിനെ കലർപ്പുണ്ടാക്കി തീർക്കേണ്ട ജോലി ഇപ്പൊ ഇല്ല, അത് പണ്ട്. സഹാബാക്കളെയും റസൂലുള്ളാഹി തങ്ങളെയും തെറ്റിദ്ധരിപ്പിച്ചിട്ട് മുസ്ലിമീങ്ങളെ ഷഹാദത്ത് ബാത്തിലാക്കേണ്ട ജോലി ഇപ്പൊ അവർക്കില്ല.
അവർക്കിപ്പം രാഷ്ട്രീയമായിട്ട് മുസ്ലിമീങ്ങളെ തകരാറിലാക്കുക എന്നുള്ള ജോലിയാണ് ഇപ്പം. അത് കൃത്യമായിട്ട് അവർ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. മറുഭാഗത്ത് ആദർശപരമായി മുസ്ലിമീങ്ങളെ നശിപ്പിക്കുക എന്നുള്ള ജോലി ആ മറ്റേ ജൂതനും ഇറാനിയൻ ജൂതനും നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. അങ്ങനെ പാരമ്പര്യ ജൂതനും ആധുനിക ജൂതനും കൂടി ഇസ്ലാമിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് വിജയം നേടണം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്. അതാണ് നാം പറഞ്ഞു തരുന്നത്. അതിനുള്ള വഴിയാണ് നാം പറഞ്ഞു തരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സഹാബാക്കൾക്കും ബദറിൽ വെച്ച് നടക്കാൻ പോകുന്ന വിജയത്തിന്റെ സൂചനയായിരുന്നില്ലേ അത്? അതിൽ നാം മൂന്നാം കക്ഷി എന്ന് പറഞ്ഞത് വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിൽഇ സിനീൻ ലില്ലാഹിൽ അംറു മിൻ ഖബിലു വ മിൻ ബഅദ്. അന്നും ഇന്നും തീരുമാനമെടുക്കേണ്ടത് അല്ലാഹുവാണ്. അല്ലേ? എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ലോകത്ത് എന്ത് നടന്നാലും തീരുമാനമെടുക്കേണ്ടത് അല്ലാഹുവാണെന്ന് അംഗീകരിച്ചു കൊടുക്കാൻ നാം ബാധ്യസ്ഥരല്ലേ? അല്ലെങ്കിൽ നമ്മളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ അർത്ഥമാണ് കൂട്ടരെ? മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് എന്താ അർത്ഥമാണ്? അസ്ഹാബ് റസൂലിലേക്ക് എന്താ അർത്ഥമാണ്? അതെ, മുഹമ്മദുർ റസൂലുള്ളാഹിയും അസ്ഹാബ് റസൂലുള്ളാഹിയും കളത്തിന് പുറത്തു വരികയും പരിശുദ്ധ ഖുർആനിന് ശൈഖന്മാരുടെ വ്യാഖ്യാനം അനുസരിച്ച് വ്യാഖ്യാനം പറയുകയും ചെയ്തപ്പോഴാണ് മഹാഭൂരിപക്ഷം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ നിന്ന് പുറത്തേക്ക് പോയത്, ജൂതന്റെ ശക്തികളായി രൂപപ്പെട്ടതും. അബ്രഹത്തിന്റെ കൊട്ടാരത്തെ, അബ്രഹത്തിന്റെ പട്ടാളത്തെ കഅബ ശരീഫിന് വേണ്ടി അല്ലാഹു തആല സംരക്ഷിച്ചു. ആരെയായിരുന്നു അല്ലാഹു തആല സഹായിച്ചത്? ഖുറൈശികളെ. എന്തിനു വേണ്ടിയായിരുന്നു ഖുറൈശികളെ സഹായിച്ചത്? ഖുറൈശികളുടെ ചിന്താഗതികൾ സത്യമായതുകൊണ്ടാണോ? ഖുറൈശി വിഭാഗത്തിന്റെ ആദർശം ശരിയായതുകൊണ്ടാണോ? അബ്രഹത്തിന്റെ റോമിന്റെ നേതൃത്വത്തിൽ വന്ന അബ്രഹത്തിന്റെ പട്ടാളത്തെ മുസ്ദലിഫയിൽ വെച്ച് അല്ലെങ്കിൽ വാദി മുഹസ്സറിൽ വെച്ച് നശിപ്പിച്ചു കളഞ്ഞില്ലേ അല്ലാഹു തആല? ഇവിടെ നാം എന്താണ് പറയേണ്ടത്? ആദർശപരമായ യോജിപ്പ് അല്ലാഹ്ക്ക് ഖുറൈശികളോടാണ് എന്ന് ഏതെങ്കിലും ഒരു മൊല്ല വ്യാഖ്യാനിച്ചാൽ, ആദർശപരമായി യോജിപ്പ് അല്ലാഹു തആലയ്ക്ക് ഖുറൈശികളോടാണ്, ഖുറൈശികൾ വെച്ച് പുലർത്തുന്ന വിശ്വാസ പ്രമാണങ്ങളോടാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല റോമിന്റെ നേതൃത്വത്തിലുള്ള ആനപ്പട്ടാളത്തെ നശിപ്പിച്ചത് എന്ന് വ്യാഖ്യാനിച്ചാൽ ഇല്ല. അല്ലാഹു തആല തുടർന്ന് പറയുന്നുണ്ട്, ലി ഈലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ്. എന്തിനു വേണ്ടിയായിരുന്നു അന്ന് ആനപ്പട്ടാളത്തെ അല്ലാഹു നശിപ്പിച്ചത്? ഒട്ടും താമസിയാതെ മുഹമ്മദ് മുസ്തഫ പ്രവാചകനായിട്ട് വരാനുണ്ട്. മുഹമ്മദ് മുസ്തഫ പ്രവാചകനായിട്ട് വരുമ്പോൾ ഖുറൈശി സമൂഹത്തിന്റെ ഇടയിൽ ഐക്യമുണ്ടാകണം. മറ്റ് രാജ്യങ്ങൾ ശത്രുവാകാൻ പാടില്ല. ആ രീതിയിൽ മൈതാനം ക്ലിയറാക്കുകയായിരുന്നില്ലേ അല്ലാഹു തആല? അതല്ലേ ഈ പറഞ്ഞത്? എന്തിനു വേണ്ടിയായിരുന്നു അബാബിൽ പക്ഷികളെ നിയോഗിച്ച് ആനപ്പട്ടാളത്തെ അല്ലാഹു തആല കൈകാര്യം ചെയ്തത്? ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലത ശിതാഇ വസ്സൈഫ്. ഖുറൈശികൾ പണ്ടേ യമനിലേക്കും പേർഷ്യയിലേക്കും കച്ചവടത്തിന് പോയിട്ട് ഉപജീവനം നയിക്കുന്നവരാ. അവർക്ക് പ്രത്യേക ജോലി വേറെയില്ല. മദീനക്കാര് കൃഷിക്കാരാണ്, മക്കക്കാര് കച്ചവടക്കാരാണ്. നൂറ്റാണ്ടുകളോളമായി മക്കക്കാര് കച്ചവടവുമായിട്ട് യമനിലേക്കും പേർഷ്യയിലേക്കും പോകും. അതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് കൊല്ലത്തോട് കൊല്ലം ജീവിക്കാനുള്ളവർക്കുള്ള വഴി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇവിടെ എങ്ങാനും അബ്രഹത്തിന്റെ പട്ടാളവും അബ്ദുൽ മുത്തലിബിന്റെ ഖുറൈശി പടയും തമ്മിൽ ഏറ്റുമുട്ടുകയും അങ്ങനെ റോമും പേർഷ്യയും യമനും ഖുറൈശികൾക്ക് ശത്രുക്കളായി വരികയും ചെയ്താൽ അതോടുകൂടി ഖുറൈശി സമൂഹം പട്ടിണി കിടന്ന് ചാകേണ്ടി വരുമെന്ന് അല്ലാഹു പറഞ്ഞത്. ലീലാഫി ഖുറൈശ്, ഖുറൈശികളെ മെരുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. എന്ത് മെരുക്കാൻ? റിഹ്ലത ശിതാഇ വസ്സൈഫ്. ഉഷ്ണകാലത്തും തണുപ്പ് കാലത്തും അവർ നടത്തുന്ന കച്ചവട സംഘത്തിന്റെ രീതി ശരിയാക്കി തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത്. അല്ലാഹു തആല ഈ രീതിയിൽ ഖുറൈശികളെ സഹായിച്ച് കഅബത്തിന്റെ ആൾക്കാരെ തൊട്ട് കളിക്കാൻ പാടില്ല എന്ന് മറുപക്ഷത്തുള്ള പരിസരത്തുള്ള രാജ്യങ്ങൾക്കും രാജഭരണാധികാരികൾക്കും കഅബം പരിപാലിക്കുന്നവരോട് കളിച്ചാൽ ശരിയാവൂല, ഇതാണ് ഗതി എന്ന് ഒരു ഭയമുണ്ടാക്കി തീർക്കുകയും അങ്ങനെ ഖുറൈശികളോട് ഒരു ആദരവ് ഉണ്ടാക്കിയെടുക്കുകയും ആ ആദരവ് മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് ദഅവത്തിന് അവസരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ഇതല്ലേ സംഭവം? എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖിനോട് പറയുകയാണ്, പറയൂ പ്രവാചകരെ ഖുറൈശി കൂട്ടത്തോട്, നിങ്ങൾ എന്താ കഴിഞ്ഞുപോയ സംഭവം ഓർക്കാത്തത്? ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. ഈ വീട്ടിന്റെ പരിപാലകനായ റബ്ബിനല്ലേ നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്? നിങ്ങൾ എന്തിനാണ് ഈ ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും പിറകെ പോകുന്നത്? നിങ്ങൾ എന്തിനാണ് ജിന്നിന്റെയും ശൈത്താന്റെയും പിറകെ പോകുന്നത്? നിങ്ങളുടെ അനുഭവമല്ലേ ഈ കഅബാലയത്തെ തൊട്ട് കളിക്കാൻ വേണ്ടിയിട്ട് അവർ വന്നപ്പോൾ ഏകപക്ഷീയമായി നിങ്ങളൊരു വിരല് പോലും അനക്കാതെ അബാബിൽ പക്ഷികളെ അയച്ചിട്ട് നിങ്ങളെ സംരക്ഷിച്ചില്ലേ അല്ലാഹു? ആ അല്ലാഹനെയല്ലേ നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത്? ഫൽയഅ്ബുദു റബ്ബ ഹാദൽ ബൈത്ത്. ഈ വീട്ടിന്റെ റബ്ബായ അല്ലാഹ്ക്ക് വേണ്ടി നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ നിങ്ങൾ എന്തിനാണ് ഈ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഇബാദത്ത് ചെയ്യുന്നത്
എങ്ങത്തല്ല അല്ലദീ അത്അമഹും മിൻ ജൂ, നിങ്ങൾ വിശക്ക് ചാവേണ്ടി വരുമെന്നൊരവസ്ഥ വന്നപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകാൻ, നിങ്ങൾക്ക് തിന്നാനും കുടിക്കാൻ, നിങ്ങളെ ഉപജീവനം കഴിക്കാൻ അവസരമുണ്ടാക്കി തന്നത് ആയ അല്ലാഹുവല്ലേ ഖുറൈശികളെ. വആമനഹും മിൻ ഖൗഫ്, റോമിൽ നിന്നും യമനിൽ നിന്നും പേർഷ്യയിൽ നിന്നും പട്ടാളക്കാർ വന്ന് നിങ്ങളോട് യുദ്ധം ചെയ്താൽ നിങ്ങൾ പൊടിയായി പോവുമായിരുന്നില്ലേ? ആ ഭയത്തിൽ നിന്ന് നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകിയില്ലേ? വആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്ന് സുരക്ഷിതത്വം, നിർഭയത്വം നിങ്ങൾക്ക് തന്നില്ലേ? എന്നിട്ടും നിങ്ങളെ അള്ളാഹുവിനെ വിട്ട് അള്ളാഹു അല്ലാത്ത ഔലിയാക്കളെയും അമ്പിയാക്കളെയും പിറകെ പോകുന്നത് എന്തിനാണെന്ന് പറഞ്ഞേ. ക്ലിയർ ആയല്ലോ കാര്യം? ആ സൂറത്തിനോട് ഈ സൂറത്ത് കൂട്ടി വായിക്കണം, അപ്പോഴേ കാര്യം മനസ്സിലാവുള്ളൂ. എന്ന് പറഞ്ഞ ഉടനെ തന്നെ ലീലാഫി ഖുറൈശൻ തുടങ്ങണം. അപ്പൊ സംഗതി മനസ്സിലായി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് നടത്തുന്ന ഏതേത് സംഭവങ്ങളായിരുന്നാലും ശരി, അത് മുഅ്മിനീങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയിച്ചു കൊടുക്കുകയാണ്. അതിലൂടെ അവരവർ ഹിദായത്തിന്റെ നിലനിൽപ്പാണ് നോക്കേണ്ടത്. അല്ലാഹു തആല ഓശാരമായി നൽകിയൊരു ന്യൂനപക്ഷമാണ് ഹിദായത്ത് നൽകപ്പെട്ടവർ, മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ. ഒരു ചെറിയ ന്യൂനപക്ഷം മാത്രമായിരിക്കും എപ്പോഴും. വസ്തുക്കളെ കൊണ്ട് ജയിക്കാൻ അവർക്ക് കഴിയില്ല, ആയുധം കൊണ്ട് ജയിക്കാൻ അവർക്ക് കഴിയില്ല, രാഷ്ട്രീയം കൊണ്ട് ജയിക്കാൻ അവർക്ക് കഴിയില്ല, സമ്പത്ത് കൊണ്ട് നയിക്കാൻ അവർക്ക് കഴിയില്ല. കാരണം 98% കയ്യിലാണ് ആ പറയപ്പെട്ടത് മുഴുവനും. മുഅ്മിനീങ്ങളുടെ കയ്യിൽ ആകെ ഇതേ ഉള്ളൂ, അല്ലാഹു ഞങ്ങളെ കൈവിടൂല എന്ന യഖീൻ. ആണോ അല്ലയോ? തുറന്ന് പറഞ്ഞാൽ മതിയല്ലോ, അല്ലെങ്കിൽ അല്ല എന്ന്. അതൊന്നും ശരിയാവില്ല മൗലവി സാഹിബേ. നമുക്ക് ബോംബും തോക്കും പീരങ്കി ഉണ്ടെങ്കിലേ നമുക്ക് കാര്യം നടക്കും, അള്ളാഹുവിനും പറഞ്ഞുകൊണ്ടിരുന്നാൻ പറ്റൂല എന്ന് ചില കാസിബികൾ പറയും പോലെ, ചില ബാക്കബി മൊയ്ലിയാമാർ പറയും പോലെ, ചില അസ്സരി മൊയ്ലിയാമാർ പറയും പോലെ, ചില ഫൈസി മൊയ്ലിയാമാർ പറയും പോലെ ഞങ്ങൾക്ക് അള്ളാഹുവും റസൂലും പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റൂല, അപ്പോഴേക്കും കാര്യം വേറെ ആൾ കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ ധൈര്യമായിട്ട് നമുക്കത് നിർത്താലോ. ഇങ്ങനെ രണ്ട് തോണിയിലാവിലെ കാര്യം, ഒറ്റ തോണിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹു തആല പരിശീലനം കൊടുക്കുകയായിരുന്നില്ലേ? അഷ്റഫുൽ ഖൽക്കിന്റെ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഒന്നാമൻ എന്ന നിലക്ക് ആയിരുന്നില്ലേ? യാദൃച്ഛികമാണോ? മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് റിസാലത്തും നുവ്വത്തും അനുസരിച്ച് പ്രവർത്തിക്കാൻ നൽകിയ സൗകര്യം യാദൃച്ഛികമല്ലാത്തതുപോലെ സ്വഹാബാക്കളുടെ സെലക്ഷനും യാദൃച്ഛികമല്ല, അല്ലാഹുവിന്റെ മനഃപൂർവ്വമുള്ള ഏർപ്പാടല്ലേ? അല്ലേ കൂട്ടരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹിറാ പർവ്വതത്തിന്റെ ഗുഹയിൽ വെച്ച് ജബലുന്നൂർ ഗാറു സൗറിൽ വെച്ച് ഹിറായിൽ വെച്ച് ഹിറാ പർവ്വതത്തിന്റെ ഗുഹയിൽ വെച്ച് അല്ലാഹുവിൽ നിന്ന് വെളിപ്പാട് വന്നു. ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ റളിയല്ലാഹു തആല അൻഹാന്റെ അടുക്കലേക്ക് വന്ന് കാര്യം പറഞ്ഞു. ഖദീജക്ക് കാര്യം മനസ്സിലായി. ഖദീജ ഉടൻ തന്നെ തന്റെ ബാപ്പാന്റെ അനുജന്റെ മോനായ വറഖത്തിന്റെ അടുക്കലേക്ക് പോയി. വറഖത്ത് അന്ന് മുസ്ലിമാണ്. ഇബ്രാഹിം റസൂൽ അനുസരിച്ച് ജീവിക്കുന്ന, ഈസാ റസൂൽ അനുസരിച്ച് ജീവിക്കുന്ന പാരമ്പര്യ മുസ്ലിമാണ്. മുഹമ്മദ് നബിക്ക് നുവ്വത്തും റിസാലത്തും കിട്ടിയില്ല. കിട്ടിയാൽ തീർച്ചയായിട്ടും വരുന്ന ആള് വറഖത്ത് തന്നെയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വറഖത്തിന്റെ അടുത്തേക്ക് പോയത് മുസ്ലിമായി, മുഅ്മിനായി, ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്കാണ് ഖദീജ വറഖത്തിന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ആ സമയത്ത് വറഖത്ത് പറഞ്ഞു, മുഹമ്മദ് പേടിക്കണ്ട, തീർച്ചയായിട്ടും മൂസാക്കും ഈസാക്കും എന്ന നാമൂസ് തന്നെയാണ് മുഹമ്മദ് അടുക്കൽ വന്നിരിക്കുന്നത്. മുഹമ്മദ് ഒരു പ്രവാചകനായിട്ട് വരാൻ പോകുകയാണ്. ഓ മുഹമ്മദ്, പ്രവാചകനായി ജീവിക്കുന്ന സമയത്ത് ഈ രാജ്യക്കാർ നിന്നെ തച്ചോടിക്കും ഇവിടുന്ന്. അന്ന് ഞാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഹമ്മദിന് സകല പിന്തുണയും ഞാൻ നൽകുന്നതാണ്. അപ്പൊ അസ്ഫുൽകൾക്ക് ചോദിച്ചു വറക്കയോട്, അവ മുഖ്രിജിയ, അവരെന്നെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ? എന്നെയോ? 100% ആൾക്കാർക്ക് ഞാൻ വിശ്വസ്തനല്ലേ, ഞാൻ സത്യസന്ധനല്ലേ, ഞാൻ മാന്യനല്ലേ? അവരെല്ലാം എന്നെ ആദരിക്കും, ബഹുമാനിക്കുകയും ചെയ്യല്ലേ? ഉത്തുബത്തും ശൈബത്തും വലീദും ഒക്കെ എന്നെ കാണുക എഴുന്നേറ്റിരിക്കുകയല്ലേ? എന്താ നിങ്ങൾ പറയുന്നത്? അതെ, മുഹമ്മദ് ഇതിനു മുമ്പ് വന്നവർക്കൊക്കെ അങ്ങനെ തന്നെയാണ്. അവൻ അനുഭവിച്ചതെല്ലാം നീയും അനുഭവിക്കേണ്ടി വരുമെന്ന്. അസമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹ ഇസ്ലാമിലേക്ക് വന്നില്ലേ? അല്ലാഹുക്ക് ഷഹാദത്ത് കൊടുത്തില്ലേ? തുടർന്ന് വിഷയം നാട്ടിൽ പരന്നു. അബൂബക്കർ സിദ്ദീഖ് കച്ചവടത്തിന് പോയിരിക്കുകയാണ്. വഴിയിൽ വെച്ച് ആരോ പറഞ്ഞു, നിന്റെ കൂട്ടുകാരൻ ആകാശത്തിൽ നിന്ന് വല്ല വെളിപ്പാടെങ്ങാനും വരുന്നുണ്ടെന്നാ കേട്ടത്, എന്താ സംഭവം? ഉടൻ തന്നെ അഷ്റഫുൽ ഖൽഖിനെ സമീപിച്ചു. അബൂബക്കർ സിദ്ദീഖോട് കാര്യം പറഞ്ഞു. ആ സമയത്ത് തന്നെ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, എങ്കിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്.
അതുമുതൽ അങ്ങോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശീലനം നൽകുകയായിരുന്നില്ലേ അബൂബക്കർ സിദ്ദീഖിന്? സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് പരിശീലനം കിട്ടിയത് അബൂബക്കർ സിദ്ദീഖിനല്ലേ? ആ അബൂബക്കർ സിദ്ദീഖിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞതല്ലേ, ഇത് അഖ്റജക്കല്ലദീന കഫറു ഇദ്ഹുമാ ഫിൽ സാനിയ ഇസ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ. ആരെ പറ്റി പറഞ്ഞത് വിട്ടത്? ആരെ പറ്റി പറഞ്ഞതാണ്? ഗുഹയിൽ രണ്ടുപേരും ഉള്ളപ്പോൾ രണ്ടിലൊരാളായിട്ടുണ്ടായിരുന്നത് അബൂബക്കർ ആയിരുന്നില്ലേ? എന്നിട്ട് അബൂബക്കറിനോട് കൂട്ടുകാരനോട് പറഞ്ഞത് ഇത് ഖാലലി സാഹിബിഹി ഇത് ഖൂലി സാഹിബിഹി, കൂട്ടുകാരനോട് പറഞ്ഞത് എന്താണ്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അബൂബക്കർ ടെൻഷൻ അടിക്കരുത്, അള്ളാഹു ആണ് നമ്മൾ ഇങ്ങോട്ട് അയച്ചത്, അള്ളാന്റെ കൽപ്പന അനുസരിച്ചാണ് നമ്മൾ പുറപ്പെട്ടത്, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, നന്നായിട്ട് ധൈര്യമായിട്ടിരിക്കും. പരിശീലനം കൊടുക്കായിരുന്നില്ല അബൂബക്കർ സിദ്ദീഖിന് അല്ലാഹു സുബ്ഹാനഹു വ തആല? ആദ്യത്തെ ട്രെയിനിങ് ആയിരുന്നില്ലേ അത്? വരാനിരിക്കുന്ന സംഭവങ്ങളിലെല്ലാം അള്ളാഹുവിന്റെ ഇടപെടലായിരിക്കണം യാഥാർത്ഥ്യമാക്കേണ്ടത് എന്ന് പരിശീലിപ്പിക്കുകയായിരുന്നില്ലേ അബൂബക്കർ സിദ്ദീഖിനെ അഷ്റഫുൽ ഖൽഖിന്റെ ഒന്നിച്ചയച്ചിട്ട്? ആ അബൂബക്കർ സിദ്ദീഖ് ഇറാനിയൻ ഷിയാക്കൾക്ക് കാഫിറായത് എങ്ങനെയാണ്? ആ അബൂബക്കർ സിദ്ദീഖിനെ ശാപം കൊണ്ട് ചൊരിയുന്ന ഇറാനിയൻ ഷിയാക്കൾ എന്തിന്റെ പേരിലാണ്? ഇറാനിയൻ ഷിയാക്കൾക്ക് ഇന്ന് ഇറാനിലുള്ള ഷിയാക്കൾക്ക് മുസ്ലിമാണ് എന്ന് പറയണമെങ്കിൽ, അതായത് ഷീഈ മതക്കാരനാകണമെങ്കിൽ ഷഹാദത്തിന്റെ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് നരകത്തിലാണെന്ന് പറയണ്ടേ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ വേറൊരു ഇലാഹില്ല, വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ്, വഅശ്ഹദു അന്ന അലിയ്യൻ വലിയുള്ളാഹ്, മുഹമ്മദ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അലിയുടെ സമ്മതം വേണം, വഅശ്ഹദു അന്ന അബൂബക്കർ വ ഉമർ ഫിന്നാർ, അബൂബക്കറും ഉമറും കുഫറിന്റെ പേരിൽ നരകത്തിലുമാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലേ ഇന്നത്തെ ഇറാനിയൻ ഷിയാക്കാൻ പറ്റുള്ളൂ. ഈ അബൂബക്കർ സിദ്ദീഖ് ആവട്ടെ അള്ളാഹു സെലക്ട് ചെയ്തതല്ലേ? അള്ളാഹു സെലക്ട് ചെയ്ത അബൂബക്കറിനെ കാഫിറാക്കിയാൽ അവർ കാഫിറായില്ലേ? ഖുർആന്റെ നസ്റിനെ നിഷേധിച്ചില്ലേ? റസൂലുള്ളാഹിന്റെ റിസാലത്തിനെ നിഷേധിച്ചില്ലേ? സഹാബാക്കളുടെ ഹിമ്മത്തിനെ നിഷേധിച്ചില്ലേ? ഔലവിയത്ത് കൊണ്ട് ഇസ്രായേലി ജൂതനേക്കാൾ അപകടകാരി ഇറാനിയൻ ജൂതനല്ലേ? തിരിച്ചറിയാൻ എന്താ ഇത്ര പ്രയാസം? നിങ്ങൾക്ക് സാധിക്കില്ല തിരിച്ചറിയാൻ. കാരണം എന്താണെന്നറിയുമോ? രാഷ്ട്രീയ തിമിരം ബാധിച്ച് പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച് പൊളിറ്റിക്കൽ ജിഹാദിലൂടെ പാവപ്പെട്ട സാധാരണക്കാരന്റെ മനസ്സിനെ ബിസിനസ്സാക്കി മാറ്റാൻ മെനക്കെടുന്നവർക്ക് സാധിക്കൂല ഇത് മനസ്സിലാക്കാൻ. ഇനിയും സമയമെടുക്കും. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഒരു സമൂഹത്തെ വാർത്തെടുത്തതിന് ശേഷം അഅ്മാലുകളെ ഫർളാക്കുകയാണ്. ആദ്യം ഫർളാക്കിയത് നിസ്കാരമാണ്. എന്തിനായിരുന്നു നിസ്കാരം? നിസ്കരിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകാനോ? അല്ല, നിസ്കരിച്ചിട്ട് ഷഹാദ സഹിയാക്കാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ, മുഹമ്മദുർ റസൂലുള്ളാഹ് കൊടുത്ത ഷഹാദ, മുഹമ്മദ് നബിന്റെ സ്വഹാബാക്കളുടെ അമലിന് കൊടുത്ത ഷഹാദ, ഇത് യാഥാർത്ഥ്യമാകുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 നേരത്തെ നിസ്കാരം ഫർളാക്കി. 5 നേരത്തെ നിസ്കാരം ഫർളാക്കലിലൂടെ 3 കാര്യങ്ങളാണ്. 1, അള്ളാഹു കൽപ്പിച്ചതനുസരിച്ചേ നിസ്കാരമാകാവൂ. 2, മുഹമ്മദ് മുസ്തഫ കാണിച്ചതനുസരിച്ചേ നിസ്കാരമാകാവൂ. 3, സഹാബാക്കൾ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തിട്ട് അമൽ ചെയ്തത് എന്താണോ അതേ നിസ്കാരമാകാവൂ. നമ്മുടെ യുക്തിയും നമ്മുടെ ചിന്തയും അനുസരിച്ചാക്കാൻ പറ്റൂല. അതല്ലേ അതിലൂടെ അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന നിസ്കാരത്തിലൂടെ. ഉടൻ തന്നെ അല്ലാഹു തആല സക്കാത്ത് ഫർളാക്കി. എന്തിനായിരുന്നു സക്കാത്ത് ഫർളാക്കിയത്? ദാരിദ്ര്യം തീർക്കാനോ? ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സയൻസ് റസൂലുള്ളാഹി ദാരിദ്ര്യം തീർക്കാൻ വേണ്ടി സക്കാത്തിനെ ഉപയോഗിക്കാൻ മെനക്കെടുകയാണ്. സക്കാത്ത് ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകത്ത് ദാരിദ്ര്യമില്ലാതൊക്കെ തീർക്കാൻ കഴിയുമോ കൂട്ടരെ? കഴിയുകയില്ല. ദാരിദ്ര്യം എന്നത് അള്ളാഹുവിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. സമ്പന്നത എന്നത് അള്ളാഹുവിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അള്ളാഹിന്റെ സുന്നത്ത് മാറ്റാൻ ഒരു കാര്യങ്ങളെ കൊണ്ടും കഴിയില്ല. പിന്നെന്തിനാണ് സക്കാത്ത്? സമ്പന്ന വർഗത്തിന്റെ ഷഹാദത്ത് പരിശോധിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സമ്പന്നന്മാരോട്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കൊടുത്തിരിക്കുകയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹി ഷഹാദത്ത് കൊടുത്തിരിക്കുകയാണ്. ആണല്ലോ, അങ്ങനെയാണല്ലോ നിങ്ങൾ കൃത്യമായിട്ട് 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, സല്ലു നിങ്ങൾ നിസ്കരിക്കണം. എങ്ങനെ? കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങൾ ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ നിസ്കരിക്കണം. ആരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? അസ്ഹാബ് റസൂലില്ലാഹ്. അല്ലാഹു റസൂൽ സംസാരിക്കുന്ന ആരോടാണ്? സല്ലു നിങ്ങൾ നിസ്കരിക്കുക. ആരോടാ? സഹാബാക്കളോട്. കമാ റഅയ്തുമൂനി, നിങ്ങൾ എന്നെ കാണുന്ന പോലത്തിൽ, നിങ്ങൾ എന്നെ കാണുന്ന, അതായത് ലൈവായിട്ട് സഹാബാക്കൾ കാണുകയാണ് അഷ്റഫുൽ ഖൽഖിന്റെ നിസ്കാരം. ആ കോലത്തിൽ തന്നെ നിങ്ങൾ നിസ്കരിച്ചോളണം.
അപ്പൊ അഷ്റഫുൽ ഖൽക്കിന്റെ നിസ്കാരത്തെ ലൈവായി കണ്ടിരിക്കുന്ന സഹാബാക്കൾ ആ നിസ്കാരം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഉളു ഒരു കിണ്ടിയിൽ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഉളു ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യം മുൻകൈ കഴുകി, പിന്നെ വായിൽ വെള്ളം കൊപ്പിളിച്ച് മിസ്വാക്ക് ചെയ്തു, പിന്നെ മുഖം കഴുകി, പിന്നെ കൈ കഴുകി, പിന്നെ തലയും ചെവിയും ഒന്നിച്ച് തടകി, പിന്നെ കാല് കഴുകി. എന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങൾ ഉളു ഉണ്ടാക്കാറ്. ഇപ്പൊ ലൈവായിട്ട് കാണും. അസ്ഹാബ് റസൂലില്ല. ഏതമലാണ് കൂട്ടരെ അസ്ഹാബ് റസൂലുള്ളാഹിയുമായിട്ട് ബന്ധപ്പെടാതെ നമുക്ക് ചെയ്യാൻ പറ്റുക? അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു 2% പാവപ്പെട്ടവന് കൊടുക്കണം നിന്റെ സമ്പത്തിൽ നിന്ന്. ഒരു 10 ലക്ഷം ഉറുപ്പിക നിനക്ക് നീക്കുവാക്കിയുണ്ട് കൊല്ലത്തിൽ കണക്ക് നോക്കുമ്പോൾ. അതിന്റെ 2% 25,000 ഉറുപ്പിക പാവപ്പെട്ടവന്റെ അവകാശത്തിൽ പെട്ടതാണ്. ഇനി അത് പൈസ നിന്റെതല്ല. നിന്റെ അടുത്ത് ഇപ്പോൾ 9,75,000 മാത്രമേ നിന്റെ അടുത്തുള്ളൂ. 25,000 നിന്റെ അവകാശത്തുനിന്ന് പോയി. തയ്യാറുണ്ടോ? ലബ്ബൈക്. തയ്യാറാണ് അല്ലാഹുവേ. ഞാൻ കൊടുത്തു 2% സക്കാത്ത്. എന്തിനു വേണ്ടി? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ സഹിയാക്കാൻ. മുഹമ്മദുർ റസൂൽ 2% ഖുർആനിലുണ്ടോ? ഇല്ല. അത് മുഹമ്മദുർ റസൂൽ അനുസരിച്ചാണ് അമൽ ചെയ്യേണ്ടത്. 2% എന്നത് മുഹമ്മദുർ റസൂലിന്റെ റിസാലത്തുമായിട്ടാണ് ബന്ധം. അപ്പൊ മുഹമ്മദുർ റസൂൽ കൊടുത്ത ഷഹാദത്തും സഹിയായി. അതാരാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അസ്ഹാബ് റസൂലില്ല. അപ്പൊ മൂന്നാമത്തതും ക്ലിയറായി. ഉടൻ തന്നെ അള്ളാന്റെ കൽപ്പന വന്നു, ഓ മുസ്ലിമീങ്ങളെ, പരിശുദ്ധമായ റമദാനിൽ നിങ്ങൾക്ക് നോമ്പ് ഞാൻ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫല്യസും. റമദാൻ മാസത്തിന്റെ പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പ് നോൽക്കുക. നിങ്ങൾക്ക് പൂർവികന്മാർക്ക് ഞാൻ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഇതേപോലെ. തയ്യാറുണ്ടോ? ഒരു ദിവസം മുഴുവനും പട്ടിണി അടക്കാൻ, ഒരു പകല് മുഴുവനും പട്ടിണി അടക്കാൻ 11 മാസക്കാലം തിന്നു കുടിച്ച് ജീവിച്ച നിങ്ങളോട് ഞാൻ പറയുന്നു, 1 മാസക്കാലം ഇനി പകൽ തിന്നാനും കുടിക്കാനും സുഖിക്കാനും പാടില്ല. തയ്യാറുണ്ടോ നിങ്ങൾ? ഷഹാദത്ത് അല്ലാഹു കൊടുത്തവർ പറഞ്ഞു ലബ്ബൈക്. തയ്യാറാണ് അല്ലാഹുവേ, ഞങ്ങൾ തയ്യാറാണ്. ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്. നീ അല്ലാതെ വേറെ ആര് പറഞ്ഞാലും നിങ്ങൾ അനുസരിക്കുന്ന പ്രശ്നമില്ല. ഒരു ദിവസം പട്ടിണി അടക്കാൻ നീ അല്ലാതെ വേറെ ആര് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. നീ പറഞ്ഞു, ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. കാരണം നിനക്ക് ഞങ്ങൾ ഉറപ്പ് വന്നിട്ടുണ്ട്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. വീണ്ടും അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നോറ്റില്ലേ നോമ്പ്? ഫസാമു. എല്ലാവരും നോറ്റു നോമ്പ്. ഉടൻ തന്നെ അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് കൽപ്പന വന്നു, ഹോ മുഅ്മിനീങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്ത മുഅ്മിനീങ്ങളെ, മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുത്ത മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ കൂട്ടത്തിൽ 3 രീതിയിലുള്ള യോഗ്യതയുണ്ടായാൽ, 1 സാമ്പത്തിക യോഗ്യത, 2 ആരോഗ്യപരമായ യോഗ്യത, 3 സാങ്കേതികമായ യോഗ്യത. യാത്രയും മറ്റുമായി, രാജ്യങ്ങളും മറ്റുമായിട്ട് ബന്ധപ്പെടുന്ന യോഗ്യതക്കാണ് ഈ സാങ്കേതിക യോഗ്യത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 3 യോഗ്യത പൂർത്തിയാക്കിയവർ എന്റെ വീട്ടിലോളം ഒന്ന് വരണം. എനിക്ക് നിങ്ങളോട് ചിലത് സംസാരിക്കാനുണ്ട്. ഹിജ്ജു ബൈത റബ്ബിക്കും. സെന്ററിലേക്ക് ഒന്ന് വരണം. എനിക്ക് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. എത്രയും പെട്ടെന്നാവട്ടെ. സാമ്പത്തികമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊള്ളുക. ആരോഗ്യത്തിന്റെ കാര്യം നോക്കിക്കൊള്ളുക. പാസ്പോർട്ട് പോലെയുള്ള സാങ്കേതിക കാര്യങ്ങൾ, പാസ്പോർട്ട്, വിസ, യാത്ര, വിമാനം, കപ്പൽ, റോഡ് എല്ലാം ക്ലിയർ ആണോ നോക്കിക്കൊള്ളുക. എല്ലാം റെഡിയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്റെ ഓഫീസിലേക്ക് ഒന്ന് വരണം, സെന്ററിലേക്ക് ഒന്ന് വരണം, ബൈത്തുള്ള എന്റെ വീട്ടിലേക്ക്. അങ്ങനെ തന്നെയല്ലേ അള്ളാഹ് പറഞ്ഞത്? ബൈത്തി എന്നല്ലേ പറഞ്ഞത്? അല്ലേ? ബൈത്തി, എന്റെ വീട്. അള്ളാഹുവിലേക്ക് നിസ്ബത്ത് ചെയ്തുകൊണ്ടൊരു കാര്യം പറഞ്ഞാൽ അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ടാണ് അബ്ദി, എൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ ആ അടിമ പത്രാസുള്ള അടിമയാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. എൻ്റെ അടിമ. അത് ഈ നെഹവിന്റെ ഗ്രാമറിന്റെ ആൾക്കാർ എങ്ങനെയാ പറയാ? മുത്തക്കല്ലിമിന്റെ അതിലേക്ക് ഇലാഫത്ത് ചെയ്ത് സംസാരിച്ചാൽ അള്ളാഹുമായിട്ടാണെങ്കിൽ ആ അള്ളാഹ്ക്കുള്ള ശ്രേഷ്ഠത മുഴുവനും ആ ഇലാഫത്ത് ചെയ്ത വസ്തുവിനും കിട്ടും. ഇപ്പം ബൈത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്. ഇപ്പം അള്ളാഹ്ക്കുള്ള ആ ബഹുമാനം വീട്ടിനും കിട്ടും. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് വാ, എത്രയും പെട്ടെന്നാവട്ടെ. തയ്യാറുണ്ടോ? അല്ലാഹു അക്ബർ. എന്താ അല്ലാഹുവേ തയ്യാറുണ്ടോന്നാ? നിസ്കരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ നിസ്കരിച്ചു. ഞങ്ങൾ നിസ്കരിച്ചു. അതേപോലെ തന്നെ സക്കൈന, ഞങ്ങൾ സക്കാത്തും കൊടുത്തു. സുന്ന, ഞങ്ങൾ നോമ്പും നോറ്റു. ഇപ്പതല്ല ഞങ്ങളുടെ നാട്ടിൽ വെച്ച്. ഇപ്പൊ നീ അങ്ങോട്ട് വരാനാ പറയുന്നത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക്. ഞാനിതാ ഇറങ്ങി. ലാ ശരീക ലക്, നീ അല്ലാതെ വേറെ ആര് പറഞ്ഞാലും ഞങ്ങൾ അങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല.
അവിടെയും ലാ ശരീക ലക്. അതുകൊണ്ടാണ് ഹജ്ജിന് വേണ്ടിയുള്ള ഇഹ്റാമിൽ തൽബിയത്ത് തൗഹീദിന്റെ ഭാഗമായി അല്ലാഹുവിന്റെ റസൂൽ നിശ്ചയിച്ചത് അഹല്ല, ഇഹ്ലാൽ, തഹ്ലീൽ, തൗഹീദിന്റെ പ്രഖ്യാപനമാണ് ആ സമയത്തും ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ അവന്റെ അടിമകളെ കുടുംബത്തിന്റെ പ്രതിനിധിയായി, വില്ലേജിന്റെ പ്രതിനിധിയായി, പഞ്ചായത്തിന്റെ പ്രതിനിധിയായി, ജില്ലയുടെ താലൂക്കിന്റെ പ്രതിനിധികളായി, ജില്ലയുടെ പ്രതിനിധികളായി, സ്റ്റേറ്റിന്റെ പ്രതിനിധികളായി, ദേശത്തിന്റെ പ്രതിനിധികളായി, അന്തർദേശീയ പ്രതിനിധികളായി ഏതാണ്ട് ലക്ഷക്കണക്കിന് വരുന്നവർ അപരിശുദ്ധ ഭവനത്തിന് ചുറ്റും ഒരുമിച്ച് കൂടാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. മീഖാത്തിലെത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിർത്തിക്കൊണ്ട് ഹാജിമാരോടും ഹജ്ജുമ്മമാരോടും ചോദിക്കുകയാണ്, എങ്ങോട്ടാണ്? നിന്റെ വീട്ടിലേക്കാണ്, നിന്റെ ഭവനത്തിലേക്കാണ്. ഒന്നിക്കിൽ ഹജ്ജിന് വേണ്ടി അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടി. ഹജ്ജ് എന്ന വാക്കിന്റെ അർത്ഥം അൽ ഖസ്ദ്, വീടിനെ ലക്ഷ്യമാക്കി പുറപ്പെടുക എന്നാണ് ഹജ്ജ് എന്ന വാക്കിന്റെ അർത്ഥം. ഉംറ എന്ന വാക്ക് സിയാറ, സന്ദർശനം എന്നതാണ് ഉംറ എന്ന വാക്കിന്റെ അർത്ഥം. അതെ, ഹജ്ജിന് പോകുന്ന ആജിമാരും അജ്ജുമ്മമാരുമാണെങ്കിൽ മീഖാത്തിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞത്, ഞങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത് ഖാസിദൻ ലിബൈതിക്, നിന്റെ ഭവനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ മുഅ്തമിറൻ ലിബൈതിക്, നിന്റെ വീട് സന്ദർശിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്കിൽ അല്ലാഹു തആല പറഞ്ഞു, നിൽക്കവിടെ, എനിക്ക് ചില നിർദ്ദേശങ്ങൾ പറയാനുണ്ട്. പുരുഷന്മാരോട് അല്ലാഹു തആല പറഞ്ഞു, ആ ഡ്രസ് ഒന്ന് അഴിച്ചു മാറ്റണം. ഈ കോട്ടും സൂട്ടും ഇട്ടിട്ട് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റൂല. ഈ നീളക്കുപ്പായും തലീക്കെട്ടും കെട്ടിട്ട് എൻ്റെ വീട്ടിലേക്ക് വരാൻ സമ്മതിക്കൂല. ഈ പത്രാസിലൊന്നും അങ്ങോട്ട് വരാൻ പറ്റൂല. ഇതെല്ലാം നിങ്ങളെ മുതലാളി, നിങ്ങളെ രാജാവ്, നിങ്ങളെ ഭരണാധികാരി, നിങ്ങളെ MP, നിങ്ങളെ MLA, നിങ്ങളെ മന്ത്രി, നിങ്ങളെ ഉസ്താദ്, ഷെയ്ഖ്, കുത്തുബ്, മറ്റപ്പുറത്തെല്ലാം എവനൊക്കെ ഉണ്ടോ, അവനൊക്കെ എല്ലാം നല്ല പത്രാസിൽ കൂട്ടും സോട്ടും ജൂതന്റെ സൂട്ടും നസ്രാണിന്റെ കോട്ടും മറ്റോന്റെ കോണോനും കെട്ടിയിട്ടായിരിക്കും അവിടെ വരെ എത്തിയിട്ടുണ്ടാവുക. അവിടെ എത്തിയപ്പോൾ അല്ലാഹു തആല പറഞ്ഞത് എല്ലാം അയച്ചു മാറ്റാൻ. എന്നിട്ട് ഒരു തുണി ഉടുക്കണം, ഒരു തുണി പുതക്കണം, എന്നിട്ട് വന്നാൽ മതി അങ്ങോട്ട്. മീഖാത്തിൽ വെച്ച് എന്നെ മാറ്റണ്ടേ? അതോ റൂമിൽ പോയിട്ട് മാറ്റിയാൽ മതിയോ? എങ്ങനെയാ പോയതൊക്കെ? അള്ളാഹുവിന്റെ കൽപ്പന. എന്ത് പറയും, എന്ത് ചെയ്യും? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. ഞാൻ തയ്യാറാണ് അല്ലാഹുവേ. ജനിച്ചിട്ട് ഇന്ന് വരെ തുണി ഉടുത്തിട്ട് ശീലം എനിക്കില്ല. ജനിച്ചിട്ട് ഇന്ന് വരെ സൂട്ടും കോട്ടും കഴുത്തിന് മറ്റേതും കെട്ടിയിട്ടല്ലാതെ ഓഫീസിൽ പോയിട്ട് ശീലമില്ല. കഴുത്തിന് മറ്റോരും കെട്ടിയിട്ടല്ലാതെ ഞാൻ ഒരിടത്തും യാത്ര ചെയ്ത് ശീലമില്ല. ജൂതന്റെ സൂട്ടാണ് എപ്പോഴും ഞാൻ ഇടുക, നസ്രാണിന്റെ കോട്ടാണ് എപ്പോഴും ഇടുക, മറ്റേതാണ് എന്റെ കഴുത്തിന് എപ്പോഴും ഉണ്ടാവുക. അങ്ങനെയാണ് ഞാൻ ഓഫീസിൽ പോയിട്ട് വിലസിയത്. ഇപ്പൊ നീ പറയുന്നതൊക്കെ അഴിച്ചു മാറ്റി, ജൂതന്റെ കോട്ടും മാറ്റ്, നസ്രാണിന്റെ സൂട്ടും മാറ്റ്, മറ്റോന്റെ കോണോനും മാറ്റ്, എന്നിട്ട് വാ എന്റെ വീട്ടിലേക്ക്. ലബ്ബൈക്, ഞാൻ തയ്യാറാണ് അല്ലാഹുവേ. ദാ മാറ്റിക്കഴിഞ്ഞു. അതാണ് തൽബിയത്ത്, അതിനുള്ളതാണ് ഹജ്ജ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുദൂ അന്നി മനാസിക്കക്കും. ഖുദൂ, നിങ്ങൾ ശരിക്ക് ഗ്രഹിച്ചു കൊള്ളുക, അന്നി, എന്നിൽ നിന്ന്, മനാസിക്കക്കും, നിങ്ങളെ ഹജ്ജ് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന്. ആരോടാ ഈ ഖുദൂ? സംഘടനയോടാ? സംഘടനയുടെ പ്രസിഡന്റിനോടാ? സംഘടനയുടെ സെക്രട്ടറിയോടാ? സഹാബാക്കളോട്. സഹാബാക്കളോടാണ് കൽപ്പന. ഖുദൂ. അപ്പൊ സഹാബാക്കൾ 1,14,000 സഹാബാക്കൾ ഒപ്പിയെടുക്കുകയായിരുന്നു അഷ്റഫുൽ ഖൽക്കിന്റെ ഹജ്ജ് എങ്ങനെയാണെന്ന്. ആ സഹാബാക്കളിൽ നിന്ന് വേണം ഹജ്ജിന്റെ അമൽ പഠിക്കാൻ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അസ്ഹാബു റസൂലില്ലാഹ്. സുബ്ഹാനല്ലാഹ്. സ്ത്രീകൾ അവിടെ എത്തി. സ്ത്രീകൾക്കും ഹജ്ജ് നിർബന്ധമാണ്, സ്ത്രീകൾക്കും ഉംറ നിർബന്ധമാണ്. മീഖാത്തിലെത്തിയ പെണ്ണിനോട് അല്ലാഹുവിന്റെ ചോദ്യം, നീ എങ്ങോട്ടാണ്? എന്റെ വീട്ടിലേക്കാണോ? എങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. വളരെ അന്തസ്സായ കുടുംബത്തിൽ ജനിച്ച പെണ്ണാണ് നീ, ഇസ്സത്തിൽ ജീവിച്ച പെണ്ണാണ് നീ. ചെറിയ കുട്ടിപ്രായത്തിൽ നിന്റെ ബാപ്പ നിനക്ക് അച്ചടക്കം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരന്യ പുരുഷൻ നിന്റെ മുഖം കണ്ടിട്ടില്ല. വളർന്നപ്പോൾ നിന്റെ ആങ്ങള നിനക്ക് അച്ചടക്കം പഠിപ്പിച്ചിട്ടുണ്ട്. നിന്റെ മുഖം നിന്റെ ആങ്ങള ഒരു അന്യ പുരുഷനെ കാണിപ്പിച്ചിട്ടില്ല. അതും കൂടി കഴിഞ്ഞപ്പോൾ നിന്റെ ഭർത്താവ് നിന്റെ മുഖം ഒരു അന്യ പുരുഷനെ കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ ഇപ്പൊ നിനക്ക് ആ മക്കള് ഉമ്മയായ നിന്റെ മുഖം ആർക്കും കാണിച്ചിട്ടില്ല. അങ്ങനെ അനുവദിക്കപ്പെട്ടവർക്കല്ലാതെ മറ്റാർക്കും നിന്റെ ഈ തറവാടിത്വത്തിന്റെ മുഖം കാണാൻ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു കാര്യം നീ മനസ്സിലാക്കണം, അത് തൽക്കാലം നിർത്തിവെക്കണം. നിന്റെ മുഖം മൂടി അഴിച്ചു മാറ്റണം.
എന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി. എന്തുകൊണ്ട്? ആണുങ്ങളെല്ലാം അബീദുകളും പെണ്ണുങ്ങളെല്ലാം ഇമാഉകളും. അബീദ് അടിയാന്മാർ, അടിമകൾ. ഇമാ അടിയാത്തികൾ. അബ്ദ് അടിമ, അമത്ത് അടിയാത്തി. പുരുഷന്മാര് മുഴുവനും അടിയാന്മാരാണ്. ഒരു പത്രാസും ഇല്ല. രാജാവിനെയും മന്ത്രിനെയും MLA-നെയും MP-നെയും പഞ്ചായത്ത് മെമ്പറിനെയും കുന്തുവണ്ടി വലിക്കുന്നവനെയും ഓട്ടോറിക്ഷ ഓടിക്കുന്നവനെയും അപ്പുറം ബെൻസ് ഓടിക്കുന്നവനും ഒന്നും ഇപ്പം കണ്ടാത്തിരിയില്ല. എല്ലാം അള്ളാഹുവിന്റെ അടിമകൾ അല്ലേ? തോന്നിയിട്ടുണ്ടാവും. എങ്കിൽ പിന്നെ പെണ്ണുങ്ങൾ? അതെ, പെണ്ണുങ്ങൾ മുഴുവനും അടിയാത്തികൾ. നാട്ടിൽ വെച്ച് പുലർത്തിയ ഇസ്സത്തൊന്നും ഇനി വേണ്ട. ഇവിടെ എന്റെ അടിമയും എന്റെ അടിവാത്തിയായി വന്നാൽ മതി. എന്റെ വീട്ടിൽ നീ സുരക്ഷിതയാണ്. അതുകൊണ്ട് എന്റെ മുഖം കണ്ടു എന്ന് കണക്കാക്കിയിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്റെ അടിമകളായ പുരുഷന്മാര് യോഗ്യതയുള്ളവരാണ്, ധൈര്യമുള്ളവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. ആ മുഖം മൂടി അങ്ങ് അഴിച്ചു മാറ്റ്. തയ്യാറുണ്ടോ? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. തയ്യാറാണ് അല്ലാഹുവേ, ഞാൻ മുഖം മൂടി അഴിച്ചു മാറ്റുന്നു, ഇഹ്റാമിൽ പ്രവേശിക്കുന്നു. മുഖംമൂടി ഇല്ലാത്തവർ കാര്യം പോക്കാണ്. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ കുറെ ആൾക്കാർ ഇരിക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു തുണി ഉടുക്കുകയും ഒരു തുണി പുതക്കുകയും ചെയ്ത കുറെ പരിചയമുള്ള ആൾക്കാരുണ്ട്, കാക്കമാര്. കാണുന്നവർക്ക് കൃത്യമായിട്ടും അറിയാം അവരെടുത്തേക്കാ പോകുന്നതെന്ന്, ഇല്ലേ? ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം അവരെടുത്തേക്കാ പോകുന്നതാണെന്ന്. ആരും പറയാതെ തന്നെ അവർക്കറിയാം അവർ മക്കത്തേക്ക് പോവുകയാണ്. കാരണം മക്കത്തേക്ക് പോകാനുള്ള വസ്ത്രമാണ് ഈ ധരിച്ചിരിക്കുന്നത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. ആരും ചോദിക്കാതെ പറയാതെ അറിയാം. പോയിട്ട് അസ്സലാമു അലൈക്കും, മക്കത്തേക്കാണല്ലേ പറയില്ലേ? ഏത് പൊട്ടനും പോയി ചോദിക്കും മക്കത്തേക്കാണല്ലേ, കാരണം ഈ ഡ്രസ്സ് കണ്ടപ്പോൾ. കുറെ സ്ത്രീ സമൂഹം കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. പർദ്ദയൊക്കെ ഉണ്ട്. അവർ മുഴുവനും മക്കത്തേക്കാണ്. കാരണം എന്താണ്? എല്ലാവരും മുഖം തുറന്നിട്ടാണുള്ളത്. കാണുന്നവർക്കറിയാം അവർ മക്കത്തേക്ക് പോവുകയാണ്. കാരണം മക്കത്തേക്കല്ലെങ്കിൽ അവർ മുഖം മൂടി ധരിക്കാതെ ഒരു ഇസ്സത്തുള്ള മുസ്ലിം പെണ്ണും ഈ കോലത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കൂല. വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങണമെങ്കിൽ അവർ മുഖം മറച്ചിരിക്കണം. കാരണം അള്ളാന്റെ കൽപ്പനയാണ്, ലാ തുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഉലതിഹിന്ന ഔ ആബാഇഹിന്ന ഔ ആബാഇ ബുഉലതിഹിന്ന ഔ അബ്നാഇഹിന്ന ഔ അബ്നാഇ ബുഉലതിഹിന്ന ഔ ഇഖ്വാനിഹിന്ന ഔ ബനി അഖവാതിഹിന്ന ഔ ബനി ഇഖ്വാനിഹിന്ന ഔ ബനി അഖവാതിഹിന്ന. കൃത്യമാണ് അള്ളാഹ്. ഇപ്പൊ കുറച്ച് ആൾക്കാർ അള്ളാഹ്ന്റെ ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അള്ളാഹ് ചോദിക്കുന്നുണ്ട് പണ്ടേ, നിങ്ങൾ സംഘടന യോഗം കൂടിയിട്ട് എനിക്ക് നിങ്ങളെ ദീൻ പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ? അള്ളാഹ് ചോദിക്കുന്നു ഖുർആൻ ശരീഫിൽ. അത്തുഅല്ലിമൂനല്ലാഹ, നിങ്ങൾ അള്ളാഹിനെ പഠിപ്പിക്കുകയാണോ? ബിദീനിക്കും, നിങ്ങളെ ദീനിനെ, അതോ അള്ളാഹിന്റെ ദീനിനെ നിങ്ങൾ പഠിക്കുകയാണോ? ഖുർആൻ ചോദിക്കുക. എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? മുസ്ലിമായ മൂമിനായ അന്തസ്സുള്ള ഇസ്സത്തുള്ള തറവാട്ടുകാരിയായ പെണ്ണിനോട് ലാ തുബ്ദീന സീനതഹുന്ന, അവർ അവരുടെ സൗന്ദര്യം വെളിവാക്കാതിരിക്കട്ടെ. കാസർഗോഡുകാർക്ക് സൗന്ദര്യം എവിടെയാണ്? കല്യാണത്തിന് പെൺകെട്ട് പറഞ്ഞിട്ട് കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പെണ്ണ് കാണാൻ പോകൂലേ? പെണ്ണ് കാണാൻ പോയാ പെണ്ണ് കാണൂ. പെണ്ണിന്റെ എന്തെന്നാ കാണുക? പെണ്ണിന്റെ സൗന്ദര്യമുള്ള പെണ്ണാണോന്ന് അറിയാൻ പെണ്ണിന്റെ എന്താ നോക്കുക? കാസർഗോഡുകാർക്ക് പ്രത്യേകമായിട്ട് എടി നോക്കാനില്ലല്ലോ, മുഖത്തന്നെ ആയിരിക്കൂലേ? അതെ, ഒരു മനുഷ്യന്റെ സൗന്ദര്യം കാണാനുള്ള ഏക അവയവം മുഖമാണ്. അതിൽ സംശയമുണ്ടെങ്കിൽ അവർക്ക് മിക്കവാറും സംതിങ് റോങ്. ഊളമ്പാർക്കോ കുതിരവട്ടത്തോ ആക്കേണ്ടി വരും. വേറെ എവിടെയെങ്കിലുമാണ് സൗന്ദര്യം എന്ന് പറഞ്ഞിട്ട് വാദിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിന്റെ സൗന്ദര്യം മുഖമാണ്. അവർക്കാണ് സംശയം അക്കാര്യത്തിൽ. ഇവിടുത്തെ ഭൗതികവാദികൾക്ക് വരെ അക്കാര്യത്തിൽ സംശയമില്ല. മുഖമാണ് സൗന്ദര്യം. എങ്കിൽ അല്ലാഹു തആല പറഞ്ഞു, നിന്റെ മുഖം നീ പുറത്ത് കാണിക്കരുത്. ലാ തുബ്ദീന സീനതഹുന്ന ഇല്ലാ ലിബുഉലതിഹിന്ന.
ഭർത്താവിൻ്റെ മുമ്പിൽ നിങ്ങൾ മുഖം മറക്കണമെന്നില്ല. ഔ ആബാഇഹിന്ന, ബാപ്പാന്റെ മുമ്പിലും മുഖം മറക്കണമെന്നില്ല. ഔ അബിനാഇഹിന്ന, ആമക്കളെ മുമ്പിലും മുഖം മറക്കണമെന്നില്ല. ഔ ആബാഇ ബുഊലത്തിഹിന്ന, ഭർത്താക്കന്മാരുടെ ബാപ്പ അവരെ മുമ്പിലും മുഖം മറക്കണമെന്നില്ല. ഔ ഇഖ്വാനിഹിന്ന, ആങ്ങളാറെ മുമ്പിലും മുഖം മറക്കണമെന്നില്ല. ഔ ബനി അഖവാത്തിഹിന്ന, ഏട്ടത്തിന്റെ അനിയത്തിന്റെ ആമക്കള് അവരെ മുമ്പിലും മുഖം മറക്കണമെന്നില്ല. ഔ ബനി ഇഖ്വാനിഹിന്ന, ആങ്ങളാരുടെ ആമക്കള്. എന്തിനാണ് അല്ലാഹു തആല ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തന്നിരിക്കുന്നത്? മുസ്ലിം പെണ്ണ് പൊതുവല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ? എപ്പോഴാണ് കൂട്ടരെ നിങ്ങളെയൊക്കെ ഭാര്യമാരും പെങ്ങന്മാരും ആരാൻ്റെതായത്? ബാക്കി എന്നെ കൊണ്ട് ചോദിക്കാതിരിപ്പിക്കുക നല്ലത്. നിങ്ങളെ സംഘടന വഞ്ചിച്ചിരിക്കുകയാണ്, നിങ്ങളെ നേതൃത്വം നിങ്ങളെ ചതിച്ചിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ ആയാത്തുകളെ ഭൗതികന് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് തിരുത്തണമെന്നാണ് നാം പറയുന്നത്. അതിനുള്ളതാണ് ഹജ്ജ്. തിരുത്തിയേ പറ്റി എന്നാണ് നാം പറയുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണിന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കുന്നത് ഇന്നിന്ന ആൾക്കാരെ മുമ്പിലേ ആവാവൂ എന്ന് പറഞ്ഞത് അള്ളാഹ്ക്ക് തിരിയാതെ പോയത് കൊണ്ടാണോ? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖിന് മനസ്സിലാകാതെ പോയത് കൊണ്ടാണോ? ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾക്ക് മനസ്സിലാകാതെ പോയത് കൊണ്ടാണോ? ഉഹദ് യുദ്ധക്കളം, ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ ഷഹീദുകളായി. അക്കൂട്ടത്തിൽ ഹംസത്തുൽ കർറാർ ഷഹീദായി കിടക്കുകയാണ്. വിവരം ഹംസത്തുൽ കർറാറിന്റെ പെങ്ങൾ സഫിയ അറിഞ്ഞു. സഫിയ അവ്വാമിന്റെ ഭാര്യയാണ്. ഖദീജത്തുൽ കുബ്രാന്റെ ആങ്ങള ഹവ്വാമിന്റെ ഭാര്യയാണ്. സഫിയ വീട്ടിൽ നിന്ന് 2 തുണിക്കഷ്ണവും എടുത്തിട്ട് പുറപ്പെട്ടു. അല്ലാഹു ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് ഒരു സഹാബിയെ ഗേറ്റിന് മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. പെണ്ണുങ്ങളോട് ആരോടും ഇങ്ങോട്ട് കടന്നു വരരുത് എന്ന് പറയണം. കാരണം ഇത് കണ്ട് സഹിക്കാൻ പെണ്ണുങ്ങൾക്ക് കൽബ് കുറവാണ്. അവർ പൊട്ടിപ്പോകും. ഈ കാലിന കോലം കണ്ടാൽ, ഈ മരിച്ചു കിടക്കുന്ന കോലം കണ്ടാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. സബൂർ കുറഞ്ഞവരാണ്. അതുകൊണ്ട് ആരെയും ഇങ്ങോട്ട് കടത്തി വിടരുത്. അഷ്റഫുൽ ഖൽഖ് ഒരാളെ നിശ്ചയിച്ചു. അത് ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെയായിരുന്നു നിശ്ചയിച്ചത്. അപ്പോഴാണ് ഒരു സ്ത്രീ വന്നത്. സുബൈർ റളിയല്ലാഹു തആല അൻഹു ആ സ്ത്രീയോട് പറഞ്ഞു, നിൽക്കണം, അഷ്റഫുൽ ഖൽഖിന്റെ കൽപ്പനയുണ്ട്, അങ്ങോട്ട് പോകരുത് എന്ന്. ആ സ്ത്രീ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്ത് തട്ടിയിട്ട് പറഞ്ഞു, പോടാ, എനിക്കറിയാം എന്നെ പോണമെന്ന്. സുബൈർ പറയുന്നു, അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതെന്റെ ഉമ്മയാണ് എന്ന്. അതെ, സുബൈർ ബിൻ അവ്വാമിന്റെ ഉമ്മ, അവ്വാമിന്റെ ഭാര്യ സഫിയ റളിയല്ലാഹു തആല അൻഹയായിരുന്നു. അത് സുബൈർ റളിയല്ലാഹു അൻഹുവിന് ഉമ്മാനെ മനസ്സിലായില്ല. കാരണം സഫിയ മുഖം മറച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്താ അംഗീകരിക്കാൻ തയ്യാറാണ്? മനസ്സ് വിഷമമുണ്ടോ? ഉണ്ടാവും. സയൻസ് റസൂലക്കാർക്ക് താങ്ങാൻ കഴിയില്ല, എന്തെങ്കിലും വ്യാഖ്യാനം കാണും. ഹവാ റസൂലക്കാർക്കും സഹിക്കാൻ കഴിയില്ല, എന്തെങ്കിലും ഒരു വ്യം കാണും. മുഹമ്മദുർ റസൂലക്കാർ സഹിച്ചേ പറ്റൂ. അത് അള്ളാഹുവിന്റെ രീതിയാണ്. പരിശുദ്ധ ഖുർആനിൽ ഹിജാബിന്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പും സഹാബി സ്ത്രീകൾ മുഖം മറക്കാറുണ്ടായിരുന്നു എന്നത് സഹാബാക്കളിൽ നിന്ന് കൃത്യമായി വന്ന വിവരമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഹിജാബിന്റെ ആയത്തിറങ്ങലിലൂടെ നിർബന്ധമായ കൽപ്പന വന്നത്. ഇത് അംഗീകരിക്കാൻ ഈ ഉമ്മത്തിന് കഴിയുന്നില്ലെങ്കിൽ ഭൗതികനെ തൃപ്തിപ്പെടുത്താൻ, ആധുനികനെ തൃപ്തിപ്പെടുത്താൻ, സയൻസിനെ തൃപ്തിപ്പെടുത്താൻ, ബഹുസ്വരതയെ തൃപ്തിപ്പെടുത്താൻ, മതസൗഹാർദ്ദത്തെ തൃപ്തിപ്പെടുത്താൻ, മതേതരത്വം തൃപ്തിപ്പെടുത്താൻ അള്ളാഹിനെയും അള്ളാഹിന്റെ റസൂലിനെയും സഹാബാക്കളെയും വധിക്കലാണ് പരിപാടിയെങ്കിൽ ഈ ഉമ്മത്ത് അനുഭവിച്ചേ പറ്റൂ. ഇനിയും അനുഭവിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. കാരണം ദർബാർ കോപാകുലരായിരിക്കുകയാണ്. ഉമ്മത്തിന്റെ കാര്യത്തിൽ, മുസ്ലിം ഉമ്മത്തിന്റെ കാര്യത്തിൽ ദർബാർ കോപാകുലനായിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ആ കോപത്തെ ശമിപ്പിച്ചേ പറ്റൂ ഈ ഉമ്മത്ത്. എന്താണ് അതിന്റെ വഴി? ഷഹാദത്തിലേക്ക് മടങ്ങുക. എങ്ങനെ? ഇൻഷാ അല്ലാഹ് വരും നാളുകൾ നമുക്ക് ചർച്ച ചെയ്യാം. അലാ وإن الله سبحانه وتعالى أمرنا وأمركم بالصلاة على نبيه أمرا فقال مخبرا وآمرا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما وقال عليه الصلاة والسلام من صلى علي واحدة صلى الله بها عليه أشرا اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحابه وأتباعه ومن تبعهم بإحسان إلى يوم الدين اللهم ارض عن خلفائه الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عن كل واحدهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين اللهم اغفر للمؤمنين
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم ارحمنا وارحم والدينا. اللهم ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. اللهم ارحمنا وارحم موتانا وموتى المسلمين. اللهم اغفر لهم وارحمهم واعف عنهم وعافهم يا رب العالمين. اللهم عافنا وعاف مبتلانا ومبتلى المسلمين عافية لا سقم معها. اللهم اشفنا واشف مرضانا ومرضى المسلمين شفاء لا يغادر سقما. اللهم اصلحنا وأصلح أئمتنا وأمتنا وولاتنا وولاة أمورنا. اللهم اجعل أمورنا بأيدي خيارنا حتى يقودنا إلى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك أسر المأسورين وقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا وأولادنا وأزواجنا وعلى جميع الحجاج والعمار والغزاة والمسافرين والمجاهدين في سبيلك صاددين واردين في برك وبحرك وجوك أجمعين يا رب العالمين. اللهم أعزنا وأعز الإسلام والمسلمين. اللهم أعزنا وأعز الإسلام والمسلمين. اللهم انصرنا وانصر الإسلام والمسلمين. اللهم ألف بين قلوب المسلمين الموحدين. اللهم أصلح ذات بينهم يا رب العالمين. اللهم مزق المملكة المشركين الكافرين الحربيين الظالمين اليهود والنصارى والشيعيين بعزتك وقدرتك يا رب العالمين. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.